CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ദക്ഷിണാമൂർത്തി അന്തരിച്ചു. 81 വയസ്സായിരുന്നു. അർബുദ രോഗത്തെ തുടർന്ന് കോഴിക്കോട് ചികിത്സയിലായിരുന്നു. മൃതദേഹം നാളെ രാവിലെ 8:30 വരെ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. പിന്നീട് പേരാമ്പ്രയിലും വടക്കുംപാട് ഹൈസ്കൂളിലും പൊതുദർശനത്തിന് വയ്ക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷം പാലേരിയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ശ്വാസകോശത്തിലെ അർബുദ രോഗബാധയെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു വി ദക്ഷിണാമൂർത്തി. വൈകിട്ട് 3:00 കോഴിക്കോട് സഹകരണ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മരണവിവരം പറഞ്ഞ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശുപത്രിയിലെത്തി. പിന്നീട് മൃതദേഹം പൊതുദർശനത്തിനായി CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാറ്റി. സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ, PK ശ്രീമതി MP, പാലോളി മുഹമ്മദ് കുട്ടി, MK രാഘവൻ MP, വീരേന്ദ്രകുമാർ MP, P. മോഹനൻ മാസ്റ്റർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട നിരവധി പേർ മാഷിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ജീവിതത്തിന്റെ അവസാന കാലം വരെയും വ്യക്തിജീവിതത്തിലെ സംശുദ്ധിയും ലാളിത്യവും അസാധാരണമായ വിധത്തിൽ അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ സാധിച്ചു. പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തിൽ നിന്ന് പകർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ടും ഞാൻ കാണുന്നത് അദ്ദേഹത്തിന്റെ അവസാന നിമിഷം വരെ നിലനിർത്തിയാൻ കഴിഞ്ഞ ലാളിത്യമാണ്. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം രാവിലെ 8:30 മണിയോടെ മൃതദേഹം വിലാപയാത്രയായി ജന്മനാടായ പേരാമ്പ്രയിലേക്ക് കൊണ്ടുപോകും. പേരാമ്പ്ര ടൗൺ, വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടെ പാലേരിയിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാർക്സിയൻ ദർശനങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള വി ദക്ഷിണാമൂർത്തി എന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾ ജീവിതചര്യയോടൊപ്പം കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും അധ്യാപക പ്രസ്ഥാനത്തിലും ട്രേഡ് യൂണിയൻ രംഗത്തുമെല്ലാം പ്രവർത്തിച്ച് മികച്ച നേതൃപാടവം പ്രകടിപ്പിച്ച ദക്ഷിണാമൂർത്തി മികച്ച പാർലമെന്റേറിയനും പ്രഭാഷകനും മാധ്യമപ്രവർത്തകനും ഒക്കെയായിരുന്നു. 1934 കോഴിക്കോട് ജില്ലയിലെ പനക്കാട്ടായിരുന്നു ദക്ഷിണാമൂർത്തിയുടെ ജനനം. പഠനകാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് നടന്ന ദക്ഷിണാമൂർത്തി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നുവന്നത്. പേരാമ്പ്ര ഹൈസ്കൂളിലെയും ഫാറൂഖ് കോളേജിലെയും ഗുരുവായൂരപ്പൻ കോളേജിലെയുമെല്ലാം പഠനകാലത്ത് വിദ്യാർത്ഥി സമര സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായി. 1952 16ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗം. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ കൌൺസിൽ അംഗമായി പ്രവർത്തിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നപ്പോൾ CPIM-നോടൊപ്പം നിലകൊണ്ട ദക്ഷിണാമൂർത്തി ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ചു. 1968 AKGയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുത്ത ദക്ഷിണാമൂർത്തി നിരവധി സമര പോരാട്ടങ്ങൾ മുൻനിരയിൽ നിന്ന് നയിച്ചു. ഇതിനിടെ നിരവധി തവണ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി. 26 വർഷക്കാലം അധ്യാപകനായി പ്രവർത്തിച്ച ദക്ഷിണാമൂർത്തി 1982 വടക്കുംപാട് ഹൈസ്കൂളിൽ നിന്ന് സ്വമേധയാ വിരമിച്ചു. അതേ വർഷം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ദക്ഷിണാമൂർത്തി CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് 16 മാസക്കാലം ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു. പേരാമ്പ്രയെ പ്രതിനിധീകരിച്ച് 1965 67 80 നിയമസഭയിലെത്തി. മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ അറിയപ്പെട്ട ദക്ഷിണാമൂർത്തി 80 മുതൽ 82 വരെ CPIM-ന്റെ നിയമസഭാ വിപ്പായിരുന്നു. ചെത്തുതൊഴിലാളികൾ, അധ്യാപകർ, ക്ഷേത്ര ജീവനക്കാർ, തോട്ടം തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലയിലെ തൊഴിലാളികളെ സംഘടിത ശക്തിയാക്കി മാറ്റുന്നതിന് വർഷങ്ങളോളം പ്രവർത്തിച്ചു. KSYF രൂപീകരിച്ചപ്പോൾ പ്രഥമ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചത് ദക്ഷിണാമൂർത്തിയായിരുന്നു. ദീർഘകാലം കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായി പ്രവർത്തിച്ചു. CPIM മുഖപത്രമായ ദേശാഭിമാനിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ദക്ഷിണാമൂർത്തി ഏറെക്കാലം ദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്നു. നിലവിൽ ദേശാഭിമാനി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടറാണ്. ബാർ കോഴക്കേസിൽ കൂടുതൽ വെളിപ്പെടുത്തൽ. കോഴ കൊടുക്കാൻ കോടികൾ പിരിച്ചുവെന്ന് ഹോട്ടലുടമ VM രാധാകൃഷ്ണൻ. ലീഗൽ ഫണ്ടെന്ന പേരിൽ പിരിച്ച പണം കോഴയായി കൈമാറി. മൊഴി മാറ്റാൻ ചില ബാർ ഉടമകൾ പണവും ആനുകൂല്യങ്ങളും കൈപ്പറ്റിയെന്നും VM രാധാകൃഷ്ണൻ. തെളിവുകൾ കോട്ടയം ജില്ലാ രജിസ്ട്രാർക്ക് കൈമാറി. രാജ്യത്തെ ഇന്ധനവിലയിൽ വൻ വർധനവ്. പെട്രോൾ വില 3 രൂപ 38 പൈസയും ഡീസൽ വില 2 രൂപ 67 പൈസയുമാണ് കൂടിയത്. ഇന്ന് ചേർന്ന എണ്ണ കമ്പനികളുടെ യോഗത്തിലാണ് തീരുമാനം. പുതുക്കിയ വില ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറഞ്ഞിരിക്കുന്ന സമയത്താണ് എണ്ണ കമ്പനികൾ ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 2 ആഴ്ച മുമ്പ് നടന്ന യോഗത്തിൽ പെട്രോളിന് 1 രൂപ 23 പൈസയും ഡീസലിന് 83 പൈസയും വർദ്ധിപ്പിച്ചിരുന്നു.